എന്റെ ഒരു ആദ്യത്തെ ഷോയില് രാജുവേട്ടനെ ഒന്ന് ഫോണിലൊന്ന് വിളിച്ചു നോക്കാമോ? കിട്ടുമോ? ഇപ്പൊ അവിടെ ഷൂട്ടിംഗ് ആണ്. എമ്പുരാന്റെ വർക്ക് നടക്കുക ഗുജറാത്തില്. അയ്യോ താ തിരിച്ചു വിളിക്കുന്നത് രാജു. ആണോ? അയ്യോ ഷോട്ട് എടുത്തോണ്ടിരിക്കുക. ഷോട്ട് എടുത്തോണ്ടിരിക്കുക. ഹലോ രാജുവേട്ടാ, നമസ്കാരം. അമ്മ എന്റെ മുന്നിലുണ്ട്. ഇതിനെ വിളിക്കണോ? കൊടുത്തു. ഇപ്പൊ രാജുവിനെ വിളിച്ച ഇവിടെ ഒരു ടോക്ക് ഷോയിലിരിക്കുക. അപ്പൊ മക്കള് ഫോൺ എടുക്കുമോന്ന് അറിയാനെന്ന് വിളിച്ച പാവ അവൻ അന്തപ്പെട്ട് തിരിച്ചു വിളിച്ചു. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. അമ്മ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ട് മക്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ചാനലിൽ ഞാൻ വിളിച്ചു കൊടുത്തിട്ടില്ല ഇങ്ങനെ. നിന്റെ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം ഇന്ന് വെളുപ്പിന് ഒരു 6-6:30 മണിയോടുകൂടി രാവിലെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് തിരിച്ചു തരണമൊക്കെ എത്ര രൂപ തരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഡയലോഗ്. അപ്പോൾ എനിക്കിവിടെ ഇത് എന്ത് വേണോ എന്തോ കുറേ കഴിഞ്ഞപ്പം അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ പിടിച്ച് നിർത്തി. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നതൊക്കെ ഇത്ര രൂപ ഇതിനോടത്ത് എത്തിച്ചാൽ ഈ സാധനത്തെ തിരിച്ചു തരുന്നത്. ഞാൻ ചെയ്യാം എൻ്റെ പൊന്നുമോനെ മിക്കവാറും രൂപ തരുന്നില്ല, അങ്ങ് വെച്ചോ നീ എന്ന് പറയാലും മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ തമാശയില്. എൻ്റെ അമ്മയെ ജയറാം ഈ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജയറാമിൻ്റെ. ജയറാം, മണിയമ്പിള്ള രാജു ഞങ്ങളുടെ സഹപാഠിയാണ്. പിഷാരടി സംവിധാനം, ചാക്കോച്ചൻ പോരെ. ഞാൻ ചിരിച്ച് ഞാൻ പറയുകയും ചെയ്തു നമുക്കൊരു 10 വയസ്സ് കുറയും. നക്ഷത്രയാണ് ശരിക്കും ഡിറ്റോ അമ്മമ്മ. ഇന്ദിരൻ്റെ രണ്ടാമത്തെ മോള്. മറ്റേ കാർ നോക്കി അവൻ സംസാരിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ. മറ്റേ കൊച്ചു ഇവളും അതെ. ഇപ്പം രാജുവിൻ്റെ മോളിപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. എന്ത് ചോദിച്ചാലും എന്തുണ്ടെങ്കിലും അത് അച്ഛൻ്റെ കാര്യമാണോ അമ്മയുടെ കാര്യമാണോ അമ്മൂമ്മയുടെ കാര്യമാണോ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഏതാണ്ട് ഷീറ്റൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയും ഞാനത് കാണുകയും കണ്ടോണ്ടിരിക്കും. ഞാനൊരു കല്യാണം കഴിച്ചാലോ എന്നാലോചിക്കുക. ആണോ? അത് ശരി, തൽക്കാലം എൻ്റെ മുന്നേ പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത്. എന്നാൽ നമുക്കത് അങ്ങനെ അങ്ങോട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ അവർ അത്യാവശ്യം തമാശയൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ ചേരിയൊക്കെ ഞാനും അതുപോലെ നിൽക്കും അവരുടെ കൂടെ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഒരു സുദിനമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സ്, അതായത് ഞങ്ങൾ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകളുമായി, ഇഷ്ടപ്പെട്ട ഷോകളുമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിഥികളുമായി, അവരുടെ കുറേ വിശേഷങ്ങളുമായിട്ട് അല്ലേ? ഈ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇന്ന് ഇതിന്റെ കൂടെ വേറെ പുതിയ ഒരു ഷോയും കൂടി കൂട്ടിച്ചേർക്കുകയാണ്, ദ കെന്ന ഷോ. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ദ കെന്ന ഷോ. ദ കെന്ന ഷോ അവതരിപ്പിക്കാനായി കെന്ന തന്നെ വരികയാണ് നിങ്ങൾക്കരികിലേക്ക്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് കെന്നനെ നമ്മുടെ ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം അല്ലേ? കെന്ന, മോസ്റ്റ് വെൽക്കം കെന്ന. ഈ കെന്നയാണ് ഞങ്ങൾ കുറെ നാളുകളായിട്ട് കാത്തിരിക്കുകയാണ്. കെന്ന ഷോ വരുന്നു, കെന്ന ഷോ ഇതാവണോ, വേറിട്ട അനുഭവമായിരിക്കും പ്രേക്ഷകർക്ക് നൽകുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ഹൈപ്പിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാലും കെന്ന തന്നെ പറയൂ, ഈ ഒരു പ്രോഗ്രാമിന്റെ എക്സ്ക്ലൂസിവിറ്റി എന്തായിരിക്കും? എന്താണ് ഈ കെന്ന ഷോ? ഞാനും ഒക്കെ ഒരുപാട് ഷോസും ഇന്റർവ്യൂസും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് എങ്ങനെയായിരിക്കും കെന്ന ഷോ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക? അത് ഞാൻ എന്തായാലും ഇപ്പൊ പറയുന്നില്ല, തുടക്കത്തില് അതൊക്കെ കളയണ്ടല്ലോ, ഒരു സർപ്രൈസിങ് എലമെന്റ് ഒക്കെ. വയ്യെ കണ്ട് അങ്ങ് പോയാ മതി. അപ്പൊ ഇന്ന് നമ്മൾ കെന്ന ഷോയുടെ തുടങ്ങുകയാണ്. ആരായിരിക്കും ഈ കെന്ന ഷോയുടെ ആദ്യത്തെ അതിഥി എന്ന് പറയുന്ന ഒരാള്? എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കും. സത്യം. ഇപ്പം ഞാനൊരു പുതിയ ഷോ തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്നും ജീവിതകാലം മൊത്തം ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഷോയാണല്ലേ ഫസ്റ്റ് എപ്പിസോഡ്. തീർച്ചയായിട്ടും ഒരു ഷോയുടെ ഫസ്റ്റ് ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ ഒരു വ്യക്തിനെ ആഗ്രഹിച്ചു. അപ്പൊ ഞാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞു. അപ്പൊ അവരെനിക്ക് ആ വ്യക്തിനെ തന്നെ കൊണ്ടുപോയി തന്നു. അതാരാണ് ആ വ്യക്തി? അതെ, ആര് വിളിക്കണം? ഞാൻ വിളിക്കണോ ചേച്ചി വിളിക്കണോ? വിളിച്ചോ? അതെ, ഞാൻ വിളിക്കാണ്. സോ ഈ വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അതെ, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കൈകളാണ്. അപ്പൊ എന്റെ ഷോയിൽ പൊന്നായി മാറുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സോ നമ്മുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട, നമ്മുടെ സ്വന്തം മല്ലികാമ്മ.
അങ്ങനെ എന്റെ പുതിയ ഷോയ്ക്ക് ഇവിടെ തിരിതെളിക്കാൻ പോവുകയാണ് അല്ലേ? ഞാനിങ്ങനെ കേട്ടു കെന ഷോ അല്ലേ? കെന ആദ്യമായിട്ടാണോ ഒരു ഷോ നടത്തുന്നത്? അല്ല, ഞാൻ ഇതിനു മുന്നേ അല്ല, ഓഫ് കോഴ്സ് അങ്ങനെ അതല്ല ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഒരു ഷോ നടത്തുന്നത് ആദ്യമായിട്ടാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ. താങ്ക് യു. ഇടുക്കിയാണെന്നൊക്കെ എനിക്കറിയാം. ഇനി ഇതിന്റെ ഈ ഒരു ഷോയ്ക്ക് ഒരാളെയും കൂടെ നമ്മൾ തീർച്ചയായിട്ടും വിളിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഷോയുടെ ക്രിയേറ്റീവ് ഹെഡും നമ്മുടെ കമ്പനിയുടെ സിഇഒയും MD-യുമായ മിസ്റ്റർ ഷാൽവിൻ വിനയൻ. ഷാൽവിൻ, പ്ലീസ് വെൽക്കം. അത് ശരി. ഷാൽവിന്റെ ഭാര്യയാണ് കെന്ന. കുടുംബസമേതാണല്ലേ? അത് ആരറിഞ്ഞ ഇപ്പൊ കുടുംബത്തോടുള്ള ഷോയാ. അതെ, അതുകൊണ്ടല്ലേ ഇത്ര ഭയങ്കര അതാണ് കെന്നെ ഇങ്ങനെ ചിരിച്ച മുഖമായിട്ട് കുറച്ചു നേരമായിട്ട് ഞാൻ കാണുന്നില്ല അവളോടൊക്കെ. എന്താ ഇത്ര സന്തോഷം എന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പോ ഇതാണ് സന്തോഷം. അതെ, ഞാൻ വരുന്നോണ്ട് മാത്രമല്ല, ഇന്നാരുടെ പരിപാടി ഞാൻ ചെയ്യുന്നു. ഓരോ ഇതുപോലെ സപ്പോർട്ടിന് ആര് വേണം? അല്ല, മല്ലികാമ്മേനെ ഇവരുടെ കല്യാണത്തിന് വേണ്ടിട്ട് നമ്മൾ കൊറേ ക്ഷണിച്ചതാ. വിളിച്ചില്ല. വിളിച്ചതാണ്. അപ്പോസ് വിളിച്ചതാണ്. അപ്പം മല്ലികാമ്മ ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. തീർച്ചയായിട്ടും കള്ളൻ ആ പറഞ്ഞ ആളോട് ചോദിക്കണ ഒരു മെസ്സേജ് ഇട്ടാ പോരായിരുന്നു? ഭയങ്കരമായിട്ട് ചുമ്മാ അടിച്ചു പിടിച്ച് അവർ ഒരുപാട് വിളിച്ചു. ചേച്ചി ഞാനൊരു ഫോൺ ഒരു ബെല്ലിൽ എടുക്കുന്ന ആളാ. അത് എല്ലാ മീഡിയക്കാരോട് ചോദിച്ചേ, എന്റെ മക്കളെയാണ് കിട്ടാത്തത്, എന്നെ എളുപ്പമാണ്. അപ്പൊ അപ്പൂസ് കള്ളം പറഞ്ഞതാണെന്ന് കൊണ്ടുവന്നു. അതെ, അതൊക്കെ വരും തീർച്ചയായിട്ടും. എനിക്ക് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഷോയ്ക്കൊക്കെ പങ്കെടുക്കാൻ ഇഷ്ടമാണ്. നമ്മൾ അപ്പൂനറിയാം. പിന്നെ അപ്പു കാരണവരായോണ്ട് ഇച്ചിരി കള്ളമൊക്കെ പറയുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ഷോ തന്നെ ഇവിടെ ആരംഭിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഔപചാരികമായ ഒരു ചടങ്ങിലേക്ക് കടക്കാം. നിലവിളക്ക് കൊളുത്തി നമുക്ക് ഈ ഷോ ആരംഭിക്കാം. ഓക്കെ. ഷാൽവിൻ, സാറേ കാലി തൊട്ട് തൊഴണോ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഞാൻ പോകത്തേക്ക് നമ്മളങ്ങനെ നിലവിളക്കെല്ലാം കൊളുത്തി. ഏതൊരു നല്ല കാര്യവും നമ്മളൊരു മധുരത്തിൽ നിന്ന് തന്നെയല്ലേ തുടങ്ങുന്നത് അല്ലേ? സന്തോഷം വരുമ്പോ നമുക്ക് എപ്പോഴും നമുക്ക് അവിടെ മധുരം നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കാറേ ഇല്ല. പാൽപ്പായസവും ലഡുവും ജിലേബിയും ഒക്കെ എല്ലാം ധാരാളം കഴിക്കും. അപ്പൊ നമുക്ക് ഇന്നും കഴിക്കാം നല്ലൊരു ലഡു. തീർച്ചയായിട്ടും. നമ്മുടെ ഔപചാരികമായ ചടങ്ങെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇത്രയ്ക്കും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു ഷോ, ദ കെന്ന ഷോ, അത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കെന്ന ഷോയിലേക്ക് തന്നെ ഇനി പോകാം. ഞങ്ങൾ എല്ലാം വഴിമാറുകയാണ്. ഇനി നിങ്ങളുടെ വേദിയാണ്. ചോദിക്കാത്ത ചോദ്യങ്ങളായിരിക്കും വരാൻ പോണത്. അപ്പോ ഇതുവരെ പറയാത്ത, നമ്മൾ ആരും കേൾക്കാത്ത ഉത്തരങ്ങളുമായിട്ട് മല്ലികാമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ റെഡി? നന്നായിട്ട് ചെയ്യാം. എല്ലാവിധ ആശംസകളും. സൂപ്പർ ഹിറ്റ് ആവട്ടെ കെന്ന ഷോ. ശരി കേട്ടോ. ശരി മല്ലികാമ്മ, താങ്ക് യു സോ മച്ച്. കാണാം. ഓക്കെ. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ദ കെന്ന ഷോ. ഞാൻ നിങ്ങളുടെ കെന്ന സണ്ണി. സോ ദ കെന്ന ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പം ഏറെ ഐശ്വര്യമുള്ള ഒരു ഗസ്റ്റിനെ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ എവരും പ്രിയപ്പെട്ട മല്ലികാമ്മ. സോ മല്ലികാമ്മ, നമസ്കാരം. ഇതിപ്പോ എന്ത് വേണം? ഐശ്വര്യമുള്ള ഒരു ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഈശ്വര, കെന്ന ഷോ അങ്ങേ അറ്റത്തെ ഐശ്വര്യമുള്ള ഷോ ആയിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാക്ക് പൊന്നാവട്ടെ. മല്ലികാമ്മ, പൊതുവെ നമ്മളെല്ലാരും കേട്ടേക്കുന്ന കാര്യമാണ്, തൊട്ടതെല്ലാം പൊന്നാക്കിയിരിക്കുന്ന കൈകളാണ് മല്ലികാമ്മയുടെ. ഈശ്വര. അപ്പൊ ഇന്നത്തെ എന്റെ ഷോയും
തിരികൊളുത്തി ഐശ്വര്യത്തോടെ തുടക്കം തീർച്ചയായിട്ടും കുറിച്ചേക്കാണ്. എല്ലാ പ്രാർത്ഥനയും. കാരണം എപ്പോഴും ഒരു നല്ല ഷോ കാണാനിരിക്കാൻ എല്ലാവർക്കും താല്പര്യം അല്ലെ. ആ സമയം നോക്കി നമ്മൾ എന്ത് ജോലി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ടോ ഇതൊരു നല്ല പരിപാടിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് വന്നിരിക്കാറുണ്ട്. എല്ലാത്തിനും അല്ലെങ്കിലും ചിലതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കും. അതെ. അങ്ങനെ എല്ലാവരും കാണുന്ന എല്ലാ കലാസ്നേഹികളെന്ന് മാത്രമല്ല, അല്ലാതെ ഞാനിപ്പോൾ ആ കലയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളല്ല, ഞാൻ എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലിക അമ്മ, മല്ലിക ആൻറ്റി, മല്ലിക ചേച്ചി എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സന്തോഷം. എല്ലാവരും നിങ്ങൾ കാണണം. കെന്നാ ഷോ എന്ന് പറയുന്നത് തുടങ്ങി വെക്കുന്നത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു സഹകരണവും പ്രാർത്ഥനയും ഉണ്ടെങ്കിലേ ഇത് നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. തീർച്ചയായിട്ടും അതിനുള്ള ആത്മാർത്ഥമായ സഹകരണവും അനുഗ്രഹാശിസ്സുകളും വേണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെ, മുന്നോട്ടേക്ക് പോവാം. അപ്പൊ എന്റെ ഈ ഷോയില് ഇപ്പൊ മല്ലികാമ്മ തന്നെ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നിട്ട് എല്ലാവരും പറയാം ധ്യാന്റെ ഇന്റർവ്യൂ ഭയങ്കര ഇതാണല്ലോ, എല്ലാവർക്കും കാണാൻ. ഞാനടക്കം അതെ കാണുന്ന ഒരാളാ. അപ്പൊ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ഇന്റർവ്യൂ കാണാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യം തോന്നുന്ന. ചേച്ചി പിന്നെ ഈ പറഞ്ഞിട്ട് വലിയ സാഹിത്യമൊന്നും ഇല്ലാതെ ഉള്ളതുപോലെ പറയും. ഞാൻ പറഞ്ഞല്ലേ ഈ ഉള്ളതുപോലെ അല്ലാതെ മറച്ചു വെച്ച് പറയാൻ എനിക്കറിയില്ല. അതാണ് എൻ്റെ കുഴപ്പവും. നല്ലതും ചീത്തയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ചിലയിടത്ത് ചിലപ്പോൾ ചില മൂടലും ആവരണം അനാവരണം ഒക്കെ വേണ്ടി വരും. പക്ഷേ അത് നമുക്ക് പറ്റത്തില്ല. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആരെയും വേദനിപ്പിക്കാതെ എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം ഞാൻ പറയാറുണ്ട്. സത്യം അത്. ഇപ്പൊ അമ്മ പറഞ്ഞാലേ ഈ കമന്റ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ അമ്മേനെ പറ്റി ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു എല്ലാ ഇന്റർവ്യൂസിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പറയാത്ത കാര്യങ്ങൾ പറയിപ്പിക്കാനുള്ള ഒരു കുട്ടി ശ്രമം കൂടെ ഞാൻ നടത്തുകയാണ്. അയ്യോ എന്താണാവോ ഈശ്വര, മനസ്സിലൊന്നും വെക്കല്ല, എല്ലാം പറയണം കേട്ടോ എന്നോട്. തീർച്ചയായിട്ടും. ഇപ്പം രാജുവേട്ടനായാലും ഇന്ദ്രേട്ടനായാലും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സുകുമാരൻ എന്നൊരു പേര് ഞങ്ങളുടെ പേരിന്റെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും ഹിറ്റ് ആയത്. ടാലന്റിനേക്കാൾ ഉപരി അച്ഛന്റെ പേര് ഞങ്ങളുടെ പേരിനോട് ചേർത്തുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് മല്ലികമ്മ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛന്റെ ഒരു അല്ലല്ല, അത് അച്ഛൻ്റെ തന്നെ സ്വാഭാവികമായിട്ടും. സുകുമാരൻ്റെ മക്കളെന്ന് പറയുന്നത് തന്നെയല്ലേ. അദ്ദേഹം ഒരു എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സംസ്ഥാന അവാർഡ് അത് ഇത് എന്ന് വേണ്ട. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, വക്കീലാണ്, അസാധ്യമായിട്ട് ലീഗൽ പോയിന്റ്സ് ഒക്കെ പറയാവുന്ന ആൾ. പണ്ട് പല അദ്ദേഹം ഉൾപ്പെട്ട സംഘടനകളിലെല്ലാം തിരുത്തലുകളെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഖേട്ടൻ. അപ്പോൾ സുഖേട്ടനെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താധികാരനായിരുന്നു. പക്ഷേ വലതുപക്ഷവും ഇടതുപക്ഷവും എല്ലാവരും അദ്ദേഹത്തിനോട് സ്നേഹമാണ്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊരു സത്യസന്ധതയുണ്ട്. അല്ലാതെ പാർട്ടി നോക്കി മാത്രം സംസാരിക്കുന്ന ആളുമല്ല അദ്ദേഹം. അപ്പോൾ അത് അഭിനയം വന്നപ്പോഴും അതെ, അഭിനയിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ സ്ക്രിപ്റ്റിനെക്കുറിച്ചും അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മറ്റ് സാങ്കേതിക വശങ്ങളെക്കുറിച്ചെല്ലാം നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട് സുഖേട്ടൻ സിനിമയിൽ. ഒരുപാടൊന്നും പറഞ്ഞ് തന്നെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി വെച്ച ഒരാളാണ്. അപ്പോൾ എന്തായാലും ആ സുകുമാരൻ്റെ മക്കളല്ലേ, ആ കഴിവ് എന്തായാലും കാണും എന്നറിയാം. പിന്നെ അഭിനയം അതൊരു പങ്ക് അമ്മയുടേതും കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് എല്ലാവരും വലിയ സംവിധായകരൊക്കെ പറയാറുണ്ട്. സുകുമാരൻ്റെ നിങ്ങളെ കൂടെ സന്തതികളല്ലേ, അഭിനയം വരാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ മറ്റുള്ള ഈ പുസ്തകം വായന അതൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലതാന്ന് പറയുന്ന ഒരു നോവലേ വായിക്കാറുള്ളൂ. ഇങ്ങനെ എല്ലാം എടുത്തു വെച്ച് അതെനിക്ക് പറ്റത്തില്ല. താരപുത്രന്മാരാണ് എന്ന് കരുതിയാണ് ഞങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേബലിലൂടെയാണ് ഞങ്ങൾ സ്ഥാനം ഉറപ്പിച്ചതെന്നാണ് അവർ രണ്ടുപേരും. കാരണം അച്ഛന്റെ പേരിലൂടെ അല്ല ആയിരിക്കാം. കാരണം ഇപ്പോൾ ഒരാള് പൃഥ്വിരാജ് എങ്ങനെയുണ്ട് അല്ലെ ഇന്ദ്രജിത്ത് എങ്ങനെയുണ്ട് എന്നൊന്ന് പരീക്ഷിക്കണമെങ്കിൽ ഒരു വലിയ വേലുലാസമാണ് സുകുമാരൻ്റെ മക്കളെന്ന് പറയുന്നത്. അയാൾ ആൾ മിടുക്കനായിരുന്നില്ല, ചില ഈ പിള്ളേർ മിടുക്കനായിരിക്കും, നമുക്ക് നോക്കാം എന്നൊരു തോന്നൽ വരണമെങ്കിൽ ആ ഒരു മിടുക്കിൻ്റെ കെയർ ഓഫിൽ തന്നെ ആവാം അവരെ നോക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഇപ്പം രാജുവേട്ടൻ്റെ ഒരു അഭിനയം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രേറ്റ് ആക്ടർ ആണെന്ന്. പക്ഷെ നമ്മളെല്ലാരെയും കരയിപ്പിച്ച ഒരു പടമാണ് ആടുജീവിതം എന്ന് പറയുന്നത്. കരയിപ്പിച്ചത് സിനിമ കണ്ട് കരഞ്ഞത്, സിനിമ എടുത്തോണ്ടിരുന്നപ്പോൾ കരഞ്ഞ ആളാണ് ഞാൻ. ആദ്യമൊന്നും എനിക്കറിയില്ല ഇത്രയും ക്ഷീണിച്ചെന്ന്. ഒടുക്കങ്ങാണ്ട് ആണ് ഞാൻ ഈ ഫോട്ടോ അവരുടെ കാണുന്നത്. ആദ്യമൊക്കെ ആഴ്ചയിനകത്തൊന്നും അങ്ങനെ വലിയ കണ്ടില്ല. ബാക്കി സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു വീഡിയോ കാണാം. ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ ഒരു പിക്ചറാണ്, വീഡിയോ അല്ല, ഒരു
ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ്. അപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ ഒരു അയ്യോ എൻ്റെ ഈശ്വര, സകല ദൈവങ്ങളെ വിളിച്ച് എല്ലായിടത്തും വഴിപാട് നേർന്ന ഒരു പടവും കൂടാണ്. മോനോടും പറഞ്ഞിട്ടില്ല, ഞാൻ വരുമ്പോളോടും പറഞ്ഞില്ല. കാരണം ഇവന് ഇങ്ങനെ ക്ഷീണിച്ച് കണ്ടപ്പോൾ എനിക്ക് ആദ്യം വിചാരിച്ചില്ല അവിടെയൊക്കെ കൊറോണയുണ്ട്, എന്നോട് പറയാത്തതാണോ, വല്ല കൊറോണ വല്ല പിടിച്ചവിടെ കിടന്നോ ദൈവമേ, ഇത് പറയാത്ത ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മളിൽ ഒറ്റയ്ക്ക്. അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്, ഇങ്ങോട്ട് മാറിയില്ല. അപ്പോൾ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ആരോടാ വിളിച്ച് ചോദിക്കുന്നത്? അതിന് വേറൊരു പരാതി. ഷോ ഒക്കെ പിന്നെ പറയാം പോട്ടെ. എന്നിട്ട് ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇത്രയും ക്ഷീണിച്ചിട്ടില്ലായിരുന്നല്ലോ. ആദ്യമൊക്കെ കണ്ട ഫോട്ടോയിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ മിനിങ്ങിയൊക്കെ ഇരുന്നല്ലോ. അപ്പോഴാണ് പറയുന്നത് കുറച്ചു. അതുകൂടാതെ അവിടെ ചെന്നിട്ടും കഴിക്കുന്നതൊക്കെ വളരെ കുറച്ച് കഴിക്കാതിരിക്കും, ചിലപ്പോൾ ഒരു നേരം മാത്രം കഴിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ, ഇവനെന്തെങ്കിലും അസുഖം വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരുന്ന ഒരാൾ. അപ്പം എൻ്റെ ബ്രദർ അമേരിക്കയിലെ ഡോക്ടറാണ്, ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ പറയുന്നുണ്ട് ഈ ഡ്രാസ്റ്റിക് കട്ട് എന്നൊക്കെ പറയുന്നത് സൂക്ഷിക്കണം, അങ്ങനെ കുറച്ച് മറ്റ് അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ അത് പേടിക്കേണ്ട, അവനല്ലേ കൃത്യമായിട്ട് എക്സസൈസൊക്കെ ചെയ്തതിനുള്ള വരുമ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ചരിത്രം മുഴുവൻ അറിയുന്നത്. പോകുന്ന വഴി 30 കിലോ കുറച്ചെന്നു. എൻ്റെ പൊന്നെ, ഞാനിതൊന്നും അറിയില്ലേ മോളെ. വണ്ണം കുറയ്ക്കണം, ഞാനതൊരു പ്രത്യേക ഡയറ്റ് എടുക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള എന്തോ ആണെന്ന് വിചാരിച്ചു. ഇതെവിടെയോ പോയിട്ട് പ്രത്യേകമായിട്ട് അതിൻ്റെ ചില ഇതൊക്കെ സംഭവങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് 10-30 കിലോ കുറച്ച് അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് എന്തോ ദൈവമേ, അവിടെയൊക്കെയാണ് ദൈവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് ദൈവം ഇല്ലാത്ത കാലമാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടൊക്കെ ദൈവം ഉണ്ട്. കാരണം ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞു ഭഗവാനെ, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, സുപ്രിയ പോലും കൂടെ പോയിട്ട്. അപ്പോൾ അവനൊക്കെ ഒത്തുമില്ല, ഇവിടെയൊക്കെ എങ്ങനെ പോരാ. ജോർദാനിലൊക്കെ പിന്നെ രണ്ടാമത് പോയപ്പോഴും കണ്ട് 2 ദിവസം സുപ്രിയ പോയിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇങ്ങനെ കൊറോണയാണ് എല്ലായിടത്തും എന്നൊക്കെ പറയുന്നു. ദൈവമേ, അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവിടെ ജോർദാനിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ ഒരു കസിൻ ലണ്ടനിൽ ഒരു സ്വാതി എന്ന് പറഞ്ഞൊരു കുട്ടി, ഇവൻ്റെ വലിയ ഫാനാണ്, നല്ല മോള. ഹസ്ബൻഡും ഒരു മോനുണ്ട്. ആ മോനാണ് ഞാൻ ആരവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്. ആ കുഞ്ഞ് എൻ്റെ വിളിച്ച് പറഞ്ഞു, എല്ലാ പ്രാവശ്യവും മല്ലികാമ്മ ഒരു ഗ്രീറ്റിങ്സ് ഒക്കെ അയക്കുമല്ലോ, എനിക്കൊരു വോയിസ് കൊല്ലം കണ്ടില്ലല്ലോ എന്ന്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടോ കഷ്ടത്, വലിയ കാര്യം എന്നെ. ഞാൻ പറയും, എൻ്റെ പൊന്നുമോനെ, എന്നെ കയറി ആൻറ്റി എന്നൊന്നും വിളിക്കല്ലേ, കൊച്ചു കുഞ്ഞ് അമ്മമ്മ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാനങ്ങനെ അപ്പോൾ ആ മോള് വന്നിട്ട്, ഇല്ല അമ്മേ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അവിടെ ഒരു ഹോട്ടലിൽ, രാജേട്ടനെയൊക്കെ ഒരു ദിവസം അവിടെ കണ്ടിരുന്നു, വേറെ ശരീരമൊക്കെ ക്ഷീണിച്ചു എന്നുള്ള, വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ, അങ്ങനെ ടെൻഷൻ. അയ്യോ, ആ കുട്ടി പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യമാണെന്നുള്ളൊരു ബോധം എനിക്ക്. മറ്റേതൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഇവൻ്റെ ഡയറക്ഷൻ കാണുമല്ലോ, അങ്ങനെ അങ്ങോട്ട് തുറന്നൊന്നും പറയണ്ട അമ്മ അടുത്ത്, ചിലപ്പോൾ നാളെ ജോർദാനിലെത്താലും അവർ എൻ്റെ സ്വഭാവം അവരറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയായിരിക്കും, ഇല്ലമ്മേ, ഇല്ലെങ്കിൽ ഞാൻ പറയാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണ ചരിത്രം അറിയുന്നത്. 30 കിലോ കുറച്ചിട്ടാണ് പോയത്. അങ്ങനെ അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ, ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടല്ലോ. ഓരോ മഹാന്മാരുടെ വാചകടി കേട്ടാൽ എന്താണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അവരുടെ സ്വന്തം വീട്ടിലുള്ള അനുഭവങ്ങൾ തന്നെ അവർക്ക് അവലോകനം ചെയ്താൽ അറിയാമല്ലോ. ഞങ്ങളുടെ വീടുകളിൽ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പറയുന്നവർ പറയട്ടെ, അതിലൊരു ആനന്ദം കണ്ടെന്ന് കിട്ടട്ടെ, അത് വായിച്ചിട്ട് 10 പൈസ അങ്ങർക്ക് കിട്ടുമെങ്കിൽ കിട്ടട്ടെ. പക്ഷെ ഞാൻ അതിനൊന്നും ആരോടും ഉത്തരം പറയുന്നില്ല. പക്ഷേ ഞാനൊക്കെ ഒരുപാട് വിഷമിക്കുകയും ദൈവത്തിനെ വിളിക്കുകയും ചെയ്തു, ഈശ്വര അസുഖങ്ങളൊന്നും ഇല്ലാതെ മോൻ തിരിച്ചു വരണം. പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് വിശ്വാസമുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്. ഹരിപ്പാടാണ് എൻ്റെ സ്വദേശം. അവിടെ മണ്ണാർ ശാലകളുണ്ടോ, വലിയൊരു അമ്പലമാണ്, ഒരു നാഗരാജ ക്ഷേത്രമാണ്. അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ തറവാട് അമ്മയുടെ. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു കുടുംബക്ഷേത്രമുണ്ട്, ഹരിപ്പാട് അമ്പലമുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ പതിവായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്, ആറ്റുകാൽ ക്ഷേത്രം, കരിക്കത്ത്. ഇവിടെ എല്ലാം അങ്ങ് വഴിപാട് തീരും. അപ്പോൾ ഞാനിതൊരു തമാശ പറയും, നീ എവിടെയെങ്കിലും പോകുമ്പോഴേ കുറച്ച് പൈസ എന്നെ ഏൽപ്പിച്ചിട്ട് എന്നൊക്കെ ഞാൻ തമാശനൊക്കെ പറയുമെങ്കിലും. അപ്പോൾ ഞാനിതെല്ലാം ചെന്ന് എല്ലാവരുടെയും, അതിപ്പോൾ ഇതിന് പോലും എനിക്ക് പേടിയാണ്. കാരണം ഇവരൊക്കെ ചെന്നിറങ്ങി, അത് നിർബന്ധം എനിക്ക് എത്തിയെന്ന് അറിയിക്കണം. പിന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും കുറേ കഴിയുമ്പോൾ ഞാൻ എനിക്ക് ഇവ എന്താ വിളിക്കാത്തേ, എന്ത് വല്ല അസുഖം പിടിച്ചോ, ഇതാ ചിന്ത. നമ്മൾ ഈ തന്നെ ഇരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ തിരിച്ചു വന്നു, എല്ലാം അറിഞ്ഞു. ആടുജീവിതം കണ്ട് എനിക്ക് അവസാനം അവനാ തീരെ മെലിഞ്ഞിട്ടേ എനിക്കങ്ങ് വിഷമവും വരുന്നുണ്ട്. തിയേറ്ററിൽ ഞാൻ കരഞ്ഞാൽ പിന്നെ ബാക്കി തള്ള ആള് കൊള്ളാമല്ലോ, ഇതെല്ലാം പറഞ്ഞു വിട്ടു. ഞാനതുകൊണ്ട്
എന്ത് ചെയ്യാനാ ഇങ്ങനെ മിണ്ടാതെ കണ്ടോണ്ട് വീട്ടിൽ വന്ന് ഞാൻ ആലോചിച്ചു എന്തിനാ ഇവൻ ഇത്രയും കുറച്ചത്. ഏതായാലും പക്ഷേ വന്നുടനെ മോനും അതെല്ലാം അറിയാം. എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് 6 മാസം കഴിയുമ്പോൾ വീണ്ടും എൻ്റെ ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നല്ല മിടുക്കനായിട്ട് വീണ്ടും ജിമ്മിലൊക്കെ പോയി അങ്ങ് പെട്ടെന്ന് ശരിയായി അദ്ദേഹം. ഇപ്പൊ രാജേട്ടൻ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷീണമോ മറ്റു അസുഖങ്ങളോ ഒന്നും ദൈവം തമ്പുരാൻ അവന് വരുത്തിയില്ല. ഇപ്പൊ രാജുവേട്ടൻ തന്നെ പറഞ്ഞിരുന്നു ഇനിയൊരു മൂവിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ മെലിയത്തില്ല. ഇല്ല സത്യമാണ്. അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷീണമായിരുന്നു അവനെ. ഒന്നും കഴിക്കുന്നുമില്ല അവിടെയും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ആരെ പിന്നീടാ അറിയുന്നത് തലകറങ്ങിയെന്നും വീണെന്നും ഒക്കെ. ഭക്ഷണവും കഴിക്കാതെ മരുഭൂമിയിലൊന്ന് ആലോചിച്ച് നോക്കി ഇരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് എന്ത് പറയാനാ. അപ്പൊ അത് ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾക്ക് അവനത്ര കുറച്ച് ഒരു ഓവർ ഡെഡിക്കേറ്റഡ് ആണ് പുള്ളി. അത് സത്യം തന്നെ. അതവൻ ഡയറക്ഷനും അതെ. അവനൊരു പടം ഡയറക്ഷൻ ഇപ്പൊ പോയിരിക്കുകയല്ലേ. ഇപ്പൊ അത് ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തേ ഇല്ല. പാതിരാത്രി ആകുമ്പോൾ അമ്മ വിളിച്ചാലും തോന്നി വയ്ക്കും. രാവിലെ 7:30 മറ്റുമായിരിക്കും നമ്മൾ വിളിച്ചത്. അപ്പൊ അതൊന്നും കാണുന്നത് തന്നെ 10 മണിക്കായിരിക്കും. അത്രയും അങ്ങ് ഇതിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണത്. ഇപ്പൊ ഈ ആടുജീവിതത്തിന്റെ ആ ഒരു തീരെ മെലിഞ്ഞ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് രാജുവേട്ടന്റെ മോൾ അലങ്കൃത കണ്ടിരുന്നു ആ ലുക്ക് നേരിട്ട്? അലങ്കൃതയെ കാണിച്ചു ആ പടം കാണുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇനിയിപ്പോ ചിലപ്പോ ഈ OTT-യിലൊക്കെ വന്നപ്പോഴാണ് കണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ആ ഭാഗമൊക്കെ കണ്ടെങ്കിൽ അവൾ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ഡാഡ അഭിനയിച്ച പടമാണ് ആടുജീവിതം. ഡാഡ ഒരുപാട് അതൊക്കെ അറിയാമെന്ന് തോന്നുന്നു അവരുടെ വർത്തമാനത്തിൽ നിന്ന്. പിന്നെ മോള് ഇങ്ങനെ ഇന്ന സീൻ കണ്ടതിനെ കുറിച്ച് അങ്ങനെ ഞാൻ ചോദിച്ചു. എനിക്കേ ചോദിക്കാൻ വിഷമം. പിന്നെ എന്തിനാ ഞാൻ കുഞ്ഞിന്റെ ചോദിക്കുന്നത്. സുപ്രിയ ചേച്ചിക്കാണെങ്കിൽ ആ ഒരു മനസ്സിന് ആ ഒരു കട്ടിയുണ്ട്. സുപ്രിയക്ക് അതൊക്കെ അറിയാം. അതൊക്കെ നേരത്തെ തന്നെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അല്ല അപ്പൊ അവര് നേരിട്ട് വിസിറ്റ് ചെയ്യാൻ പോയില്ലേ ഇപ്പൊ ഷൂട്ടിംഗ് സ്ഥലത്ത്? അല്ല അത് പിന്നീടാ. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടാമതൊരു ഷെഡ്യൂൾ കുറച്ച് പോയായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ കൊറോണയൊക്കെ പോയല്ലോ. അപ്പൊ സുപ്രിയയും മോളും കൂടെ അവിടെ പോയിരുന്നു. അന്നേരത്തേക്ക് പിന്നെ രാജു ആ ലുക്ക് കുറച്ചൊക്കെ മാറി. ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു അത്ര വലിയ അവശതയായിട്ടൊന്നും തോന്നില്ല. അത് ആദ്യം ചെന്നിറങ്ങിയപ്പോഴായിരുന്നു ഈ ഗതി. ആണല്ലേ. ഓക്കെ. ഇപ്പൊ ഈ രാജുവേട്ടനാണ് ഇന്ദ്രേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അമ്മേനെ വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് വിളിക്കാറുള്ളതാണ്? വിളിയൊക്കെ രണ്ടും ഒരേപോലെ. ഒരിക്കലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അമ്മ ചുമ്മാ ഇരിക്കല്ലേ, അമ്മയ്ക്കൊന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ശരി ചുമ്മാ ഇരിക്കുവാണോ. അപ്പൊ നിങ്ങളവിടെ ചുമ്മിക്കൊണ്ടാണോ ഇരിക്കുന്നത്? അപ്പൊ ജോലിയല്ലേ. അപ്പൊ ഞാൻ വിളിച്ചാൽ എങ്ങനെയാ? അല്ല ഇനി അഥവാ ഞങ്ങളൊന്ന് വിളിച്ചില്ലെങ്കിലും ഒന്ന് അമ്മയ്ക്ക് അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ രണ്ടുപേരും നല്ല സമർത്ഥമായിട്ട് സംസാരിക്കും. പക്ഷേ മല്ലികമ്മ ചുമ്മാ ഇരിക്കല്ലേ? എന്റെ ഒരു ആദ്യത്തെ ഷോയില് രാജുവേട്ടനെ ഒന്ന് ഫോണിലൊന്ന് വിളിച്ചു നോക്കാമോ? കിട്ടുമോ? ഇപ്പൊ അവിടെ ഷൂട്ടിംഗ് ആണേ. എടുക്കുമോ? എമ്പുരാന്റെ വർക്ക് നടക്കുക ഗുജറാത്തില്. ഒന്ന് നോക്കോ, എന്റെ ഒരു റിക്വസ്റ്റ്. എന്നിട്ട് എന്ത് പറയും നമ്മള്? അല്ല ചുമ്മാ ശബ്ദം കേട്ടാ മതി. അയ്യോ ഞാൻ എന്റെ കാര്യം പറയാൻ വിളിക്കാത്ത ആളാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അമ്മ ഈ സമയത്ത് വിളിക്കത്തില്ലല്ലോ എന്ന് ആദ്യം പറയും. ഞാൻ വിളിക്കത്തില്ല. ഞാൻ പകലങ്ങനെ പ്രത്യേകിച്ച് ഷൂട്ട് നടക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ? അങ്ങനെ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ മേക്കപ്പ് മാനെ ആ മേക്കപ്പ് മാനെയൊക്കെ ഞാൻ വളർത്തിയ കൊച്ചുങ്ങളാ. 10-15 വയസ്സിൽ എൻ്റെ കൂടെ വന്ന പിള്ളേരാ. മേക്കപ്പ് മാനെയോ അല്ലെങ്കിൽ ഇപ്പൊ സിദ്ധു പരക്കലാണ് മാനേജര്. സിദ്ധാർത്ഥനെ എന്നൊക്കെ അറിയാമല്ലോ. ഞങ്ങളുടെ സുഹോട്ടൻ്റെ ഓമന പുത്രനായിട്ട് ഞങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ്. അപ്പൊ സിദ്ധാർത്ഥനെ വിളിച്ചു. സിദ്ധാർത്ഥ ഇപ്പൊ ഷോട്ട് കിടക്കില്ല, വേണ്ട ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ട അവന് പറയണേ ഉച്ചയ്ക്ക് ബ്രേക്കിലോ അല്ലെ വൈകിട്ടോ ഒന്ന് എന്നെ ഒന്ന് വിളിക്കാനിട്ട് അവനുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് എന്നൊക്കെ ഞാൻ പറയും. എന്നല്ലാതെ ഫോൺ കൊടുക്കുന്നത് ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബ്രോഡാടി ഒരു 5 ദിവസം കണ്ടപ്പോഴേ എനിക്ക് മതിയായി. ഭഗവാനെ ഒരു ഫോണ് അല്ല. ശരിക്കും ഭയങ്കര സെറ്റിൽ അവൻ ഭയങ്കര കറക്റ്റാണ്. എനിക്കതിൽ സന്തോഷമുള്ളൂ കേട്ടോ. ഇന്ന് രാവിലെ വരുമ്പോൾ എല്ലാം അവൻ്റെ അസോസിയേറ്റുമാരോട് ചോദിച്ചാൽ അറിയാം. നാളെ എടുക്കേണ്ട സീന്, ഫസ്റ്റ് ഷോട്ട്, അതിൻ്റെ പ്രോപ്പർട്ടി, അതിലെ ആർട്ടിസ്റ്റുകൾ, അവരുടെ കോസ്റ്റ്യൂം ഇതെല്ലാം അടിച്ച് കൈ കൊടുക്കുക തലേദിവസം. എല്ലാം അത് അങ്ങനത്തെ ഒരു നല്ല ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മോൻ ജോലി ചെയ്തത്. അക്കാര്യത്തിൽ എനിക്ക് രാജുവിനോട് ബഹുമാനമാണ് സത്യം പറഞ്ഞത്. രാജേട്ടനെ ഞാൻ വിട്ടിരിക്കുന്നു. ഇന്ദ്രേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കോ? ആരെ വേണേലും വിളിക്കാം. ആരൊക്കെ എടുക്കുമെന്ന് എനിക്കറിയാം. ആരെ വേണമെങ്കിലും വിളിക്കും. അന്ന് രാജേട്ടൻ മതി. എടുത്താ എന്ത് പറയണം? സുഖാണോ? ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇപ്പൊ എന്റെ പോലെ ഇന്ദ്രേട്ടനെ കൂടെ ട്രൈ ചെയ്തിട്ട് നമുക്കന്ന്. ആരാ രാജുവേട്ടൻ? സ്പീക്കർ രാജു. ഇപ്പൊ സംഭവിക്കുന്നത് എന്താ അറിയാം? ഞാൻ പറഞ്ഞു ഇപ്പൊ റിങ് ചെയ്ത് നീ ഒരു ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ആകുമ്പോൾ
എന്താ അമ്മയെ വിളിച്ചതെന്ന് ചോദിക്കാം, അപ്പൊ ഞാൻ വീട്ടിലും ആയിരിക്കും. ഇതാണ് കുഴപ്പം. ചുമ്മാ ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിച്ചത്. ആ അതെ. പക്ഷെ ഇല്ല, ഇത് ക്യാരവനിൽ ഇരിക്കുകയായിരിക്കും മോളെ ഫോണ്. ഓക്കെ. മോൻ അവിടെ അവിടെ ഷോട്ട് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഫോൺ അവൻ്റെ കയ്യിൽ വെക്കില്ല, ക്യാരവനിൽ ഇട്ടേക്കും. അവൻ്റെ ഒരു നല്ല ക്യാരവനുണ്ട്, ഈ പറയുന്നെടുത്തിട്ട് ആ ഉച്ചയ്ക്ക് എലുവ് നോക്കും ആരൊക്കെ വിളിക്കുക. അപ്പം അമ്മ എന്ന് കാണും. അപ്പോൾ അയ്യോ അമ്മയല്ലേ, എന്താ അമ്മയെ വിളിച്ചതെന്ന് ചോദിച്ചു ഒരു കോള് വരും. ഇന്ദ്രനെ കൂടെ നമുക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഇതന്നെ വിളിക്കാം. അയ്യോ ഇതാ തിരിച്ചു വിളിക്കുന്നത് രാജു. ആണോ? അയ്യോ. അയ്യോ ചോദിച്ചേ. ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അല്ലല്ല ഒന്നുമില്ല, അതല്ല ഞാനിവിടെ ഒരു ഷോയ്ക്ക് വന്നേ. അപ്പം നിങ്ങൾ മക്കൾ ഫോൺ എടുക്കുമെന്ന് അറിയാൻ വേണ്ടി ഡയൽ ചെയ്ത് നോക്കിയതാ. അപ്പം ഞാൻ പറഞ്ഞു രണ്ടുപേരും എടുക്കുമില്ലെങ്കിൽ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞു. സ്പീക്കർ ഇടുവോ? ശബ്ദം അല്ല അതല്ല, മോൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കുമോന്ന് ഇവരെ. ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അത് നമസ്കാരം മാത്രം. നമസ്കാരം എന്ന് മാത്രം ഒന്ന് പറഞ്ഞോട്ടെ എന്നവര്. അല്ലല്ല എനിക്ക് ഒരു മിനിറ്റ് സ്പീക്കറിലിടാം. ആ പറഞ്ഞോ. ഹലോ ഹലോ രാജു ഏട്ടാ, നമസ്കാരം. അമ്മ എന്റെ മുന്നിലുണ്ട്, ഇന്റർവ്യൂയിലാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു രാജു ഏട്ടനെ എടുക്കുമോന്ന്. അപ്പൊ സോ താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ മോനെ. അയ്യോ പാവം, അവൻ സത്യം ഞാനായിട്ട് ഇനി വല്ല അസുഖമാണോ അമ്മയ്ക്കെന്ന് വിചാരിച്ചെടുത്താ കേട്ടോ. അയ്യോ എനിക്ക് സത്യം പേടിച്ചു പോയി. എനിക്ക് വലിയ വിഷയം. ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ ഡയറക്റ്റ് ചെയ്തത്, എനിക്ക് അതുകൊണ്ട് അറിയാത്തത്. അതാ ഫോണിൽ നോക്കിയപ്പോ ഞാനാ വിളിച്ചത്, അതാ തിരിച്ചു വിളിച്ചതേ. അല്ല വിളിക്കില്ല, പിന്നെ വിളിക്കുള്ളൂ. അയ്യോ സത്യം. അല്ല അത് നല്ലതാ മോളെ, ഈ ജോലിയുടെ ഇടയ്ക്ക് കിടന്ന് ചുമ്മാതെ. അയ്യോ എനിക്കതൊക്കെ, ഞാനിതൊക്കെ നമ്മൾ ഇതേ ഫീൽഡിൽ നിൽക്കുന്നവരല്ലേ, നമുക്കൊരു ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ പ്ലസന്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇടയ്ക്ക് പേടിച്ചു പോയി ചിലപ്പോൾ. അമ്മ അമ്മ എന്താ വിളിച്ചത് എനിക്കും പെട്ടെന്ന്, കാരണം ഞാൻ ഈ സമയത്ത് വിളിക്കുന്ന ആളല്ലെന്ന് അവനറിയാം. അതാ പെട്ടെന്ന് തിരിച്ചു വിളിച്ചത് എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറയും ഇതാണ് കാര്യം എന്ന് പറഞ്ഞതാ. ഇത്രയേ ഉള്ളൂ. ഇന്ത്യനെ വിളിക്കണോ? അതിൻ്റെ അങ്ങേ പറയാള്. അല്ല വെറുതെ ഞാനിപ്പോൾ രാജുവിനെ വിളിച്ച, ഇവിടെ ഒരു ടോക്ക് ഷോയിലിരിക്കുക. അപ്പം മക്കൾ ഫോൺ എടുക്കുമോയെന്ന് അറിയാനെന്ന് വിളിച്ച പാവം അവൻ അന്തപ്പെട്ട് തിരിച്ചു വിളിച്ചു എന്താ അമ്മയെന്ന് ചോദിച്ചോണ്ട്. അപ്പം ശബ്ദം നമസ്കാരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനൊരു മിനിറ്റ് സ്പീക്കറിലൊന്നും ഇടുന്നേ മോനെ, അവരൊരു നമസ്കാരം പറഞ്ഞോട്ടെ. ആ ഹലോ 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 ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ മല്ലികമ്മയുടെ 2 മക്കളെയും ഞാൻ വിളിച്ചു. എന്റെ ആദ്യത്തെ എപ്പിസോഡാണ് പുതിയ ഷോയുടെ. എന്റെ പേര് കെന്ന എന്നാണ്. അതെ, കെന്ന ഷോ എന്നാണ് ഷോയുടെ പേര്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു മക്കള് 2 പേരും ഫോൺ വിളിച്ചെടുക്കോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 2 മക്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ശബ്ദം കൂടെ കേട്ടാ എന്റെ ഈ ഒരു പുത്തൻ ഷോ അടിപൊളിയായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു തീർന്നേ. കാശ് 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 കയ്യടി വേണ്ട. മല്ലികാമ്മ വരുമ്പോ മാത്രം കയ്യടിയേ ഉള്ളൂ. ടെൻഷൻ ഇന്ദ്രജിത്ത് എന്ന് പറയണ ഇന്ദ്രയുടെ പെട്ടെന്ന് എന്റെ വെപ്രാളത്തിന്റെ അങ്ങനൊന്നുമില്ല. താങ്ക് യു. എനിക്ക് മറ്റവരെയാണ് അത്ഭുതം. എന്റെ അമ്മോ ഇവരോടൊക്കെ ചോദിച്ചു നോക്കണം. അമ്മേ ഷോട്ടില്ല ഞാൻ വിളിക്കാമേ ടിങ് ഫോൺ വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ എന്താ അമ്മേന്ന് ചോദിക്കുന്ന ആളാ. ഇതിപ്പോ ഉടനെ തിരിച്ചു വിളിച്ചോണ്ടാണ് കിട്ടിയത്, ഇല്ലെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. അയ്യോ ഇതൊന്നും എനിക്കൊരു ഓർമ്മയായിരിക്കും. അത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വിളക്ക് വെച്ചപ്പോ എല്ലാം ഐശ്വര്യമായിട്ട് വരും എന്ന് പറഞ്ഞില്ലേ. ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് എടുത്തില്ല, ആകെ ഒരു വട്ട കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇപ്പൊ ഒന്ന് മല്ലികമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ? കിട്ടിയ എന്റെ കൂടെ ഭാഗ്യം. അതെ തീർച്ചയായിട്ടും വിളിച്ചു നോക്കാം. അതെ വിളിച്ചു നോക്കാം നമുക്ക്. കേട്ടോടെ ഇപ്പൊ ഏത് സിനിമയുടെ സെറ്റിലും സിനിമയിലും അല്ലാത്ത അത് കണ്ടാലും അത് ഓടി വരും എല്ലാവരും. അതെ ഈ പറഞ്ഞിട്ടുണ്ട്. ധ്യാനും അതുപോലെ, പിന്നെ ഓഫ് കോഴ്സ് നിവിനും അതുപോലെയാണ്. നമ്മളൊരു അമ്മയെ പോലെ തന്നെ കാണുന്ന വ്യക്തികളാണ് ഇവരൊക്കെ തന്നെ. അയ്യോ മല്ലിക ആൻറ്റി എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ കൂട്ടുള്ള ഒരു ആ ഒരു ബഹുമാനവും ഒരു സ്നേഹവും ഒരു അടുപ്പവും